ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള എവേ ഫ്രം ഡിസീസസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, ഇത് ലാസ്റ്റ് പാർട്ടുമാണ്. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഈ ഒരു ചാപ്റ്റർ അങ്ങ് തീർക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വെക്റ്റേഴ്സിനൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രോഗം പരത്തുന്ന ഈ ജീവികളെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്, വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞത്. ആ ഒരു പാർട്ട് കാണാത്തവരാണെങ്കിൽ അത് പോയി കാണുക. അപ്പോൾ നമുക്കിനി അതിൻ്റെ ബാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഡു സിമിലർ കണ്ടീഷൻ എക്സിസ്റ്റ് ഇൻ യുവർ സറൗണ്ടിങ്സ്. അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കാണാം. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കുറേ വേസ്റ്റൊക്കെ കുന്നുകൂടി കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ അല്ലേ. ഓരോ ചിത്രം നോക്കിക്കേ, ഒന്നാമത്തെ ചിത്രത്തിൽ നിറയെ ഈച്ചകൾ ഉണ്ട്, രണ്ടാമത്തതിലാണെങ്കിൽ നിറയെ എലികൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്, മൂന്നാമത്തതിൽ കൊതുകുകളൊക്കെ നന്നായിട്ട് പരന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ നമുക്കറിയാം പൊതുവെ എവിടെയായിരിക്കും, നല്ല വേസ്റ്റൊക്കെ ഉള്ള സ്ഥലങ്ങളിലായിരിക്കും ഇങ്ങനത്തെ ജീവികളൊക്കെ കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ താഴെ ചോദിച്ചതാണ് ഒരു ചോദ്യം, റൈറ്റ് ഡൗൺ ദ കണ്ടീഷൻ ഇൻ വിച്ച് വെക്റ്റേഴ്സ് മൾട്ടിപ്ലൈസ്. അപ്പോൾ വെക്റ്റേഴ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 3 ജീവികളെന്ന് പറഞ്ഞാൽ എന്താണ്, വെക്റ്റേഴ്സാണ്. ഹൗസ് ഫ്ലൈ ഈച്ച അല്ലേ, ഈച്ച ആയിക്കോട്ടെ, ഇനി റാറ്റ് എലി ആയിക്കോട്ടെ, കൊതുകായിക്കോട്ടെ, മോസ്കിറ്റോ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്, വെക്റ്റേഴ്സാണ്. രോഗം പരത്തുന്ന ജീവികളെയാണ് നമ്മൾ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞതില്ല. ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, റൈറ്റ് ഡൗൺ ദ കണ്ടീഷൻ ഇൻ വിച്ച് വെക്റ്റേഴ്സ് മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 3 ജീവികളും, ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, റാറ്റ്, ഈ 3 ജീവികളും പെരുകുന്ന, മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ പെരുകുന്ന കണ്ടീഷൻ, സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ഇവിടെ ഫിൽ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് മോസ്കിറ്റോ, കൊതുക് പെരുകുന്ന സാഹചര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മോസ്കിറ്റോ വളരുന്ന കണ്ടീഷൻ എന്തൊക്കെയാണ്, മോസ്കിറ്റോ ബ്രീഡ് ഇൻ ഡിസ്കാർഡഡ് പ്ലാസ്റ്റിക് ബാഗ്, ബോട്ടിൽസ്, കോക്കനട്ട് ഷെൽ ആൻഡ് സ്റ്റാഗ്നന്റ് വാട്ടർ. അപ്പോൾ ഇവിടെ മോസ്കിറ്റോ ബ്രീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മുട്ടയിടുക. ഓക്കെ, ബ്രീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മുട്ടയിടുക. എവിടെയൊക്കെയാണ് മുട്ടയിടുന്നത്, ഡിസ്കാർഡഡ് പ്ലാസ്റ്റിക് ബാഗ്, അതായത് നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബാഗുകളൊക്കെ ഉണ്ടാകും, അപ്പോൾ അതിൽ, അതേപോലെ ബോട്ടിൽസ് കുപ്പികളിൽ, പിന്നെ കോക്കനട്ട് ഷെൽ എന്ന് പറഞ്ഞാൽ ചിരട്ടകളിൽ, പിന്നെ സ്റ്റാഗ്നൻറ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്ത വെള്ളം, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനിലാണ് മോസ്കിറ്റോ ഒക്കെ സ്പ്രെഡ് ആവുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാം, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, ചിരട്ടയിൽ വെള്ളം ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ എന്താണ് മറ്റ് കുപ്പികളിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ ഈ ഒരു മഴക്കാലം ആകുമ്പോഴേക്കൊക്കെ ഹെൽത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് അതൊക്കെ പിന്നെന്താണ് കമിഴ്ത്തിയിടണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇനി ബാക്കി 2 ജീവികളിൽ, ഹൗസ് ഫ്ലൈൻ്റെതും റാറ്റിൻ്റെതും എങ്ങനത്തെ കണ്ടീഷനിലാണ് ഇവർ സ്പ്രെഡ് ആവുന്നതെന്നാണ് നോക്കുന്നത്. ആദ്യത്തേതാണ് ഹൗസ് ഫ്ലൈ. അപ്പോൾ ഹൗസ് ഫ്ലൈ അല്ലെങ്കിൽ ഈച്ച എങ്ങനെയാണ്, ഏത് കണ്ടീഷനിലാണ് ഇവർ സ്പ്രെഡ് ആവുന്നത് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഏത് കണ്ടീഷനിലാണെന്ന് വെച്ചാൽ ഡീക്കേയിങ് മാറ്റേഴ്സ് ആൻഡ് വേസ്റ്റ് ഡാം. ഈ വേസ്റ്റിലും അതേപോലെ തന്നെ ഡീക്കേയിങ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ജീർണിച്ച ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഇതൊക്കെ ജീർണിച്ച അവസ്ഥ ഉണ്ടാവും, കേട് വരുന്ന. അപ്പോൾ അങ്ങനത്തതൊക്കെ നമ്മളിങ്ങനെ കൂട്ടിയിടുകയാണെങ്കിൽ അവിടെ ഈച്ചകളൊക്കെ വന്നിട്ട് അവരെന്താവും, അവിടെ സ്പ്രെഡ് ആവാൻ തുടങ്ങും. ഓക്കെ, ഇനി അടുത്തത് റാറ്റ്. എലികൾ എങ്ങനെയാണ്, ഏത് കണ്ടീഷനിലാണ് സ്പ്രെഡ് ആവുന്നത്, പ്ലേസസ് വിത്ത് അബൻഡൻറ്റ് ഫുഡ് വേസ്റ്റ് ആൻഡ് ഹൈഡിങ് സ്പോട്ട്. അതായത് അബൻഡൻറ്റ് ഫുഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ധാരാളം ഫുഡ് വേസ്റ്റുകളൊക്കെ അടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളും, അതേപോലെ തന്നെ അവർക്ക് ഒളിച്ചിരിക്കാൻ പറ്റുന്ന ചില സ്ഥലങ്ങളുണ്ടാവും, ഈ പൊത്ത് മാളങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലാണെങ്കിൽ ഇവർ പെട്ടെന്ന് സ്പ്രെഡ് ആവും അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനി ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ചോദ്യമുണ്ട്, വാട്ട് ക്യാൻ വി ഡു ടു കൺട്രോൾ വെക്റ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെ രോഗങ്ങൾ പകർത്തുന്ന ജീവികളെ നിയന്ത്രിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം. അപ്പോൾ ഇവിടെ പോയിൻ്റായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഒന്നാമത്തതാണ് കെപ്റ്റ് സറൗണ്ടിങ് ക്ലീൻ ആൻഡ് ഹൈജീനിക്. ക്ലീൻ ആൻഡ് ഹൈജീനിക് എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയോടെ നമ്മളുടെ പരിസരമൊക്കെ സൂക്ഷിക്കുക. പിന്നെ രണ്ടാമത്തത് കവർ ദ എയർ പൈപ്പ് ഓഫ് സെപ്റ്റിക് ടാങ്ക്. ആ സെപ്റ്റിക് ടാങ്കിൻ്റെ എയർ പൈപ്പ് നമ്മൾ നന്നായിട്ട് കവർ ചെയ്യണം. പിന്നെ മൂന്നാമത്തതാണ് ചേഞ്ച് ദ വാട്ടർ ഇൻ വേസസ് വൺസ് എ വീക്ക്. അപ്പോൾ ഇവിടെ ചില വീടുകളിലൊക്കെ വേസിൽ വെള്ളം വെക്കാറുണ്ട് ഈ ചെടികളൊക്കെ വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം, അത് നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് ഒരേ വേസിലാണ് വെള്ളം വെക്കുന്നതെങ്കിൽ അതിൽ കൊതുകുകൾ വന്ന് മുട്ടയിടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ അത് മാറ്റി കൊടുക്കണം. ഇനി നാലാമത്തതാണ് അവോയ്ഡ് യൂസിങ് സോസസ് അണ്ടർനീത്ത് ഫ്ലവർ പോട്ട്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെടിച്ചട്ടിൻ്റെ താഴെ ചില വീടുകളിലൊക്കെ സോസസ് വെക്കും, ചില പാത്രങ്ങൾ. ഈ വീടിൻ്റെ ഉള്ളിൽ വെക്കുന്ന ചെടിയാണെങ്കിലൊക്കെ അതിൻ്റെ അടിയിലൊരു പ്ലേറ്റ് പോലുള്ള ഒരു പാത്രം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ചെടി നനയ്ക്കുമ്പോൾ വെള്ളം എന്ത് ചെയ്യും, ആ പാത്രത്തിൽ കെട്ടി നിൽക്കും. അപ്പോൾ അത്
നിങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം അതിൽ കെട്ടി നിൽക്കുകയാണെങ്കിൽ കൊതുകുകൾ വന്ന് മുട്ടയിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ നമ്മൾ ആഴ്ചയിൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ഇനി അഞ്ചാമത്തതാണ് പുട്ട് ഓൾ യൂസ്ഡ് ക്യാൻസ് ആൻഡ് ബോട്ടിൽ ഇൻ ടു കവേർഡ് ഡസ്റ്റ്ബിൻ. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ക്യാൻസും അതേപോലെ ബോട്ടിൽസൊക്കെ ഉണ്ടാകും, കുപ്പികളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ നല്ല ഡസ്റ്റ്ബിന്നിൽ തുറന്ന് നിൽക്കുന്നതല്ല, അടിച്ചിരിക്കുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി നിക്ഷേപിക്കണം. അല്ലാതെ അവിടെയും ഇവിടെയൊന്നും വലിച്ചെറിയരുത്. അങ്ങനെ വലിച്ചെറിയുകയാണെങ്കിലും ഇതേപോലെ തന്നെ എന്താണ് വെള്ളം കെട്ടി നിൽക്കും, അതൊക്കെ നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇനി അടുത്ത ടോപ്പിക്കാണ് ലെറ്റസ് കൺട്രോൾ മോസ്കിറ്റോസ്. കൊതുകിനെ നിയന്ത്രിക്കാം. വി ക്യാൻ പ്രിവെൻറ്റ് മെനി ഡിസീസസ് ബൈ കൺട്രോളിങ് മോസ്കിറ്റോ. കൊതുകിനെ നിയന്ത്രിച്ചാൽ നമുക്ക് കുറേയേറെ രോഗങ്ങൾ തടയാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ കൊതുകുകൾ വഴി പകരുന്ന അസുഖങ്ങളാണ് മലേറിയ, ഡെങ്കിപ്പനി, മന്ത്, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, ഈ കൊതുകുകളെ നമ്മൾ നിയന്ത്രിക്കുന്നതിനനുസരിച്ച് ആ അസുഖങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇസ് ഇറ്റ് എനഫ് ടു എലിമിനേറ്റ് മോസ്കിറ്റോ ബ്രീഡിങ് കണ്ടീഷൻ ഓൺലി ഇൻ അവർ ഹോം? അതായത് ഇങ്ങനെ കൊതുക് വളരുന്ന സാഹചര്യം നമ്മളുടെ വീടിന് ചുറ്റുപാടുള്ളത് മാത്രം നമ്മൾ നിയന്ത്രിച്ചാൽ മതിയോ? പോരല്ലേ, നമ്മളുടെ ആ പരിസരം മുഴുവനും, നമ്മൾ ലൊക്കാലിറ്റി മുഴുവൻ തന്നെ നമ്മൾ എന്താക്കണം, നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ അടുത്തത്, ഇതിന് തൊട്ട് താഴെയായിട്ടൊരു കാർട്ടൂൺ ഉണ്ട്. 2 മോസ്കിറ്റോസ്, 2 കൊതുകുകൾ എന്തോന്ന് കോൺവെർസേഷൻ അവിടെ നടത്തുന്നുണ്ടല്ലേ, എന്തോ പറയുന്നുണ്ട് അവർ രണ്ടാളും. അപ്പോൾ എന്താണ് അവർ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ആൾ പറയാണ്, വി കാൺട്ട് സർവൈവ് ഹിയർ, വി ഹാവ് ടു ലുക്ക് ഫോർ അതർ പ്ലേസ് ടു ലേസ് എഗ്സ്. അതായത് നമുക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, നമുക്കിനി വേറെ സ്ഥലം നോക്കണം, മുട്ടയിടാൻ വേണ്ടിയിട്ട് നമുക്കിനി വേറെ സ്ഥലം നോക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആളെന്താണ് ഇവിടെ പറയുന്നത്? അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് കൊതുകല്ല, ഈച്ചയാണ് കേട്ടോ. ദിസ് ലൊക്കാലിറ്റി ഈസ് ക്ലീൻ, വി കനോട്ട് ലിവ് ഹിയർ. അതായത് ഈ ഒരു ലൊക്കാലിറ്റി, ഈ പ്രദേശം വളരെ ക്ലീനാണ്, നമുക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണ് രണ്ടാമത്തെ ആൾ പറയുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടാളുടെ കോൺവെർസേഷൻ കേട്ടാൽ നമുക്ക് മനസ്സിലാകും, ഈച്ചകൾക്കാണെങ്കിലും കൊതുകുകൾക്കാണെങ്കിലും നല്ല ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ഒരിക്കലും സ്പ്രെഡ് ആകാൻ പറ്റില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക അല്ലേ. അതിൻ്റെ തൊട്ട് താഴെ എന്താണ്, അവോയ്ഡിങ് വാട്ടർ ലോഗിങ്സ്, റിമൂവിങ് ഗ്രാസ് ആൻഡ് വീഡ്സ് അറൗണ്ട് റെസിഡൻസ് ആൻഡ് ക്ലീനിങ് ഡ്രെയിൻസ് ആർ ഫ്യൂ വേസ് ടു പ്രിവെൻറ്റ് മോസ്കിറ്റോ ബ്രീഡിങ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ കൊതുകുകളൊക്കെ പെരുകുന്നത് തടയാനുള്ള മാർഗ്ഗങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്, അവോയ്ഡിങ് വാട്ടർ ലോഗിങ്. അവോയ്ഡിങ് വാട്ടർ ലോഗിങ് എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ റിമൂവിങ് ഗ്രാസ് ആൻഡ് വീഡ്സ് അറൗണ്ട് റെസിഡൻസ്. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് നമ്മൾ താമസിക്കുന്നതിന് ചുറ്റുമുള്ള ഈ പുല്ലും അതേപോലെ തന്നെ പായ്ച്ചെടികളൊക്കെ, വീഡ്സൊക്കെ ഉണ്ടാകും. അതൊക്കെ ഉണ്ടെങ്കിൽ കൊതുകുകൾ പെരുകാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഈ മഴയൊക്കെ പെയ്ത് തുടങ്ങിയാൽ നിറയെ പുല്ലുകളൊക്കെ മുളയ്ക്കാൻ തുടങ്ങും അല്ലേ. അങ്ങനെ മുളച്ച് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് കൊതുകിൻ്റെ ശല്യവും നമുക്ക് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ മുളച്ച് വരുന്ന പുല്ലും പായ്ച്ചെടികളൊക്കെ, വീഡ്സും ഗ്രാസൊക്കെ നീക്കം ചെയ്യാനാണ് പറഞ്ഞത്. ഇനി അടുത്തത് ക്ലീനിങ് ഡ്രെയിൻസ്. ക്ലീനിങ് ഡ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഓടകളൊക്കെ ശുദ്ധിയാക്കുക. അപ്പോൾ ഈ ഓടകളിലൊക്കെ വെള്ളം കെട്ടിക്കിടന്നാലും ഇതേപോലെ കൊതുകുകൾ പെരുകാനുള്ള ചാൻസസ് ആണ്. അപ്പോൾ അതൊക്കെ എന്താക്കുക, ശുദ്ധിയാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ 3 പോയിൻ്റായിട്ട് ഇവിടെ പറഞ്ഞത്. ഈ കൊതുകുകളൊക്കെ പിന്നെ സ്പ്രെഡ് ആവുന്നത് നിയന്ത്രിക്കാൻ. ഇനി അടുത്ത് നോക്കിക്കുക, ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ. താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ. എന്താണ് നോക്കിക്കുക, ഒരു കൊതുകുണ്ട്, അതേപോലെ അതിന് ചുറ്റുമായിട്ട് കൊതുക് ബാറ്റ് ഉണ്ട്, കൊതുക് തിരിയുണ്ട്, പിന്നെ കൊതുക് വലയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഈ കൊതുക് കടി നമുക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മുൻകരുതലുകൾ അല്ലേ, പ്രിക്വേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ആർ ദ പ്രിക്വേഷൻ ടു അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്സ്? കൊതുക് കടി നമുക്ക് ഏൽക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പോയിൻ്റായിട്ട് കൊടുക്കേണ്ടത്. ഒന്നാമത്തെ അവിടെ കൊടുത്തിട്ടുണ്ട്, കീപ് ഡോർ ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ്. അതായത് നമ്മൾ വൈകുന്നേരം അല്ലെങ്കിൽ സന്ധ്യാസമയമൊക്കെ ആകുമ്പോഴേക്കും, ആ സമയത്താണ് പൊതുവേ കൊതുകുകളൊക്കെ നന്നായിട്ട് നമ്മളുടെ വീട്ടിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മൾ ഡോറും അതേപോലെ ജനാലയൊക്കെ അടിച്ചിടുക. രണ്ടാമത്തെ പോയിൻ്റാണ് യൂസ് മോസ്കിറ്റോ നെറ്റ് ആൻഡ് ബാറ്റ്. അപ്പം ഈ ഒരു കൊതുകടി ഏൽക്കാതിരിക്കാൻ വേണ്ടി ഉള്ള രണ്ടാമത്തെ മാർഗ്ഗമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ മോസ്കിറ്റോ നെറ്റോ അല്ലെങ്കിൽ കൊതുക് വല. മോസ്കിറ്റോ നെറ്റ് എന്ന് പറഞ്ഞാൽ കൊതുക് വലയോ അല്ലെങ്കിൽ ബാറ്റോ ഉപയോഗിക്കാം. കൊതുക് ബാറ്റൊക്കെ ഉണ്ടാകുമല്ലോ,
അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചാൽ കുറേയൊക്കെ കൊതുക് കടിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. മൂന്നാമത്തത് അവോയ്ഡ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ. സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ഇതുണ്ടാവും. നമ്മളെ പരിസരത്തൊക്കെ ഈ മഴയൊക്കെ ആയാൽ നല്ല വെള്ളം കെട്ടിക്കിടക്കും ഈ പാത്രത്തിലും ചിരട്ടയിലൊക്കെ. അപ്പോൾ അതൊക്കെ എന്താക്കുക, അതൊക്കെ അവോയ്ഡ് ചെയ്യുക, അതൊക്കെ ഒഴിവാക്കുക. അങ്ങനെ വെള്ളം കെട്ടിക്കിടന്നാൽ അതിൽ കൊതുകുകൾ വന്ന് മുട്ടയിട്ട് അത് വിരിഞ്ഞാണ് പിന്നെ എന്താവുന്നത്, ഇങ്ങനെ കൊതുകുകൾ സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക. ഇനി ലാസ്റ്റ് പോയിൻ്റാണ് യൂസ് ലോങ് സ്ലീവ് ക്ലോത്ത്. എന്താണ്, നമ്മൾ ലോങ് സ്ലീവ് ആയിട്ടുള്ള നമ്മളെ ശരീരം മുഴുവനും കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലോത്ത് നമ്മൾ വിയർ ചെയ്യുക, ധരിക്കുക. അങ്ങനെയെങ്കിൽ കുറേയൊക്കെ ഈ ഒരു കൊതുകടിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. ഇനി അടുത്തൊരു ചോദ്യമാണ്, വിൽ ദ ഹൈജീൻ ഓഫ് അവർ സറൗണ്ടിങ് ബി എനഫ് ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസ്? അതായത് രോഗം പകരാതിരിക്കാൻ വേണ്ടി നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള നമ്മളുടെ ചുറ്റുപാടുമുള്ള ശുചിത്വം മാത്രം നോക്കിയാൽ മതിയോ? അത് മാത്രം നോക്കിയാൽ നമുക്ക് രോഗം വരാതിരിക്കുമോ? ഇല്ലല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെക്റ്റേഴ്സിലൂടെ മാത്രമല്ല, നോൺ വെക്റ്റേഴ്സ് ആയിട്ടുള്ള കോണ്ടാക്റ്റിലൂടെയും എയറിലൂടെയും അതേപോലെ മണ്ണിലൂടെയൊക്കെ പല അസുഖങ്ങളും പകരുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ നോക്കണം അല്ലേ. അപ്പോൾ അത് താഴെ ആ ഒരു ബോക്സിൽ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്, ഡിസീസും അതേപോലെ തന്നെ നമുക്ക് എങ്ങനെയൊക്കെ ആ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കാം. ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ടു വാട്ടർ ആൻഡ് ഫുഡ് ആൻഡ് വാട്ടർ. ആഹാരത്തിലൂടെയും അതേപോലെ തന്നെ വെള്ളത്തിലൂടെയൊക്കെ പകരുന്ന കുറേ രോഗങ്ങളുണ്ടായിരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജോണ്ടിസ്, മഞ്ഞപ്പിത്തൊക്കെ. ഓക്കെ, അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസ്. അതായത് രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ വെള്ളത്തിലൂടെയും അതേപോലെ ആഹാരത്തിലൂടെയൊക്കെ പകരുന്ന അസുഖങ്ങൾ ഇല്ലാതാക്കാൻ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് അടുത്ത കുളത്ത് കൊടുത്തത്. യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ആഫ്റ്റർ വാഷിംഗ്. ഇതാണ് പഴങ്ങളും പച്ചക്കറികളൊക്കെ കഴുകി മാത്രം ഉപയോഗിക്കുക. പിന്നെ കീപ്പ് ഫുഡ് ഐറ്റം കവേർഡ്. ഇതാണ് ഭക്ഷണ സാധനങ്ങളൊക്കെ നല്ല അടച്ചു വെച്ച് സൂക്ഷിക്കണം. പിന്നെ ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ, നല്ല തിളപ്പിച്ചാറിയ വെള്ളം വേണം കുടിക്കാൻ. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പല ഹെൽത്ത് നിന്നൊക്കെ ഇപ്പം മഞ്ഞപ്പിത്തവും അതേപോലെ തന്നെ മലേറിയ ഒക്കെ നന്നായിട്ട് പകരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മളുടെ ഹെൽത്ത് എന്നൊക്കെ പറയുന്നത് എന്താണ്, നല്ല തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂന്ന്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ആഹാരം എപ്പോഴും അടച്ചു വെച്ചായിരിക്കണം നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ആഹാരം തുറന്ന് വെക്കുകയാണെങ്കിൽ അതിലേക്ക് ഈച്ചയും അതേപോലെ തന്നെ എന്താണ് മറ്റ് പ്രാണികളൊക്കെ വന്ന് അതിലിരുന്ന് അസുഖങ്ങൾ കൊണ്ടുവരാൻ അല്ലേ. ഈ ഈച്ചയൊക്കെ എന്താണ് വെക്റ്റേഴ്സാണ്. അപ്പോൾ അവർ എവിടെയെങ്കിലും മാലിന്യത്തിലൊക്കെ പോയി ഇരുന്ന് അതിൽ നിന്നുള്ള ബാക്ടീരിയ ഒക്കെ കൊണ്ടായിരിക്കും അവർ നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരിക്കുക. അത് നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് അസുഖം വരിക. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണമൊക്കെ നന്നായിട്ട് അടച്ചു വെക്കണം. അതേപോലെ വെള്ളത്തിലൊക്കെ എന്തെങ്കിലും ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തിളപ്പിക്കുകയാണെങ്കിൽ എന്താണ് അതിലത്തതൊക്കെ നശിച്ചു പോകും. അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം തിളപ്പിച്ചിട്ട് അത് ചൂടാറിയ ശേഷം മാത്രം കുടിക്കണം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഒരിക്കലും നമ്മൾ സാധാ വെള്ളം പച്ചവെള്ളം കൊണ്ടുപോയി ഒഴിക്കരുത്. അങ്ങനെ ഒഴിക്കുന്നതിൽ ഒരു കാര്യമില്ല, നമ്മൾ കുടിക്കുന്നതിൽ കാര്യമില്ല, അതിൽ വീണ്ടും ബാക്ടീരിയ വരും. നമ്മൾ കുടിക്കുമ്പോൾ എപ്പോഴും വെള്ളം എന്താക്കുക, നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അത് ആറിയ ശേഷം മാത്രമേ കുടിക്കാവൂ. ഇനി അടുത്തതാണ് ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് കോണ്ടാക്റ്റ്. എയർ, വായുവിലൂടെയും അതേപോലെ തന്നെ സമ്പർക്കത്തിലൂടെയൊക്കെ പകരുന്ന കുറേ അസുഖങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ചിക്കൻ ബോക്സ്, അതേപോലെ തന്നെ നമ്മളുടെ കോമൺ കോൾഡ്, ജലദോഷമൊക്കെ എന്താണ് ഇങ്ങനെ കോണ്ടാക്റ്റൊക്കെ വരുമ്പോൾ പകരും. അപ്പോൾ അത് തടയാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് എ സിക്ക് പേഴ്സൺ. അപ്പോൾ ഇങ്ങനെ അസുഖമുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് സമ്പർക്കം ഒഴിവാക്കുക. അതേപോലെ ഡസ് നോട്ട് യൂസ് ദ സിക്ക് പേഴ്സൺ ആങ്കർഷീഫ് ക്ലോത്ത്സ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെ അസുഖമുള്ള ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള ടവൽ അതേപോലെ ക്ലോത്ത് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ യൂസ് മാസ്ക് ഉപയോഗിക്കുക. പിന്നെ മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ, നമ്മളെപ്പോഴും നല്ല വൃത്തിയിൽ നടക്കുക. പിന്നെ മൂന്നാമത്തതാണ് ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സോയിൽ ആൻഡ് സിവേജ്. അതായത് മണ്ണിലൂടെയും അതേപോലെ തന്നെ മാലിന്യജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ. ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണിലൂടെയും, പിന്നെ സിവേജ് എന്ന് പറഞ്ഞാൽ എന്താ, സിവേജ് എന്ന് പറഞ്ഞാൽ മലിനജലത്തിലൂടെയും കേട്ടോ, കേടുവന്ന വെള്ളത്തിലൂടെയൊക്കെ പകരുന്ന അസുഖങ്ങൾ. അപ്പോൾ ഇവിടെ അതിൻ്റെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും? യൂസ് ഫുഡ് വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ചെരുപ്പ് ഉപയോഗിക്കുക. പിന്നെ പ്രിവെൻറ്റ് വോൺസ് ഇൻ ദ ബോഡി ഫ്രം ഗെറ്റിംഗ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് സിവേജ്. അതായത് നമ്മുടെ ശരീരത്തിലൊക്കെ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മലിനജലവുമായിട്ട് സമ്പർക്കത്തിൽ വരാത്ത രീതിയിൽ വേണം നമ്മൾ സൂക്ഷിക്കണം. പിന്നെ വാഷ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് വിത്ത് സോപ്പ് ഇഫ് ഗെറ്റ് ഡേർട്ടി. അതായത് മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകളൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ഈ നമ്മളുടെ കാലിലൊക്കെ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും പോയി ചളിയിലൊന്നും പോയി കളിക്കാതിരിക്കുക. പിന്നെ കളിക്കുമ്പം ആ ചളിയിലൂടെയൊക്കെ പകരുന്ന ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലെത്തും.
നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ടോപ്പിക്കാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ എനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അതായത് മനുഷ്യരിൽ മാത്രമല്ല ഇങ്ങനെ പകർച്ചവ്യാധികളുള്ളത്, മൃഗങ്ങളിലും എന്തുണ്ട് ഇങ്ങനെ പകരുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട്. ഡു കമ്മ്യൂണിക്കബിൾ ഡിസീസ് എഫക്റ്റ് ഓൺലി ഹ്യൂമനെ മാത്രമാണോ, മനുഷ്യരെ മാത്രമാണോ ഈ പകർച്ചവ്യാധികൾ എഫക്റ്റ് ആവുന്നത്? അല്ലല്ലേ, മൃഗങ്ങളിലും ഉണ്ട്. നമുക്കറിയാം, കുറച്ച് മുമ്പേ ഒക്കെ കുറേ കോഴികളൊക്കെ ഈ പക്ഷിപ്പനി വന്ന് കുറേ കോഴികളെയും താറാവുകളെയും ഒക്കെ കൊന്നൊടുക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ മൃഗങ്ങളിലും എന്തുണ്ട് ഇങ്ങനെ പകർച്ചവ്യാധികളുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ നോക്കിക്കേ, ഒരു ലാസ്റ്റ് ചിത്രത്തിൽ കുറേ കോഴികളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പക്ഷികളിലൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ബേർഡ് ഫ്ലൂ, പക്ഷിപ്പനി എന്നറിയും. പിന്നെ അതേപോലെ തന്നെ ആഫ്രിക്കൻ സ്വിൻ ഫീവർ, അതായത് പന്നിപ്പനി ഉണ്ട്. പിന്നെ നോക്കിക്കേ ലംഫി സ്കിൻ ഡിസീസ്, പശുക്കളിലൊക്കെ കാണപ്പെടുന്നൊരു ഡിസീസാണ്. ഇനി പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ഇങ്ങനത്തെ അസുഖങ്ങളാണ്. ഒന്നാമത്തെ ഇവിടെ നോക്കിക്കേ ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ് ഇൻ റൈസ്, അതായത് നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളികളുണ്ടാവും. ഈ നെല്ലിലൊക്കെ ഇങ്ങനെ ഒരു ബ്രൗൺ നിറത്തിൽ ചെറിയ ചെറിയ പുള്ളികൾ വരും. അപ്പോൾ അതെന്താണ്, അത് ഇങ്ങനെ പ്ലാന്റ്സിൽ വരുന്ന ഒരു അസുഖമാണ്. അതേപോലെ മൊസൈക്ക് ഡിസീസ് ഇൻ പീ പ്ലാന്റ്, ഈ പയർ ചെടിയിലൊക്കെ ഇങ്ങനെ പുള്ളി കുത്തുകൾ വരുന്നതുണ്ട്. അപ്പോൾ അതെന്താണ്, മൊസൈക്ക് ഡിസീസ് എന്നാണ് പറയുക. ഓക്കെ, ഇനി അടുത്തത് ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്, ഈ തെങ്ങിൻ്റെ ഒക്കെ കൂമ്പ് ചീയൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് അസുഖങ്ങളാണ് ഇവിടെ 3 എണ്ണമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താഴെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എൻക്വയർ അബൌട്ട് അതർ ഡിസീസ് ദാറ്റ് എഫക്റ്റ് പ്ലാന്റ്സ് ആൻഡ് ഓർഗാനിസം. അതായത് ഇതേപോലെ മൃഗങ്ങളിലും അതേപോലെ പ്ലാന്റ്സിലൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസസ് കണ്ടെത്തി നിങ്ങളുടെ സയൻസ് ഡയറിയിലേക്ക് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഓർഗാനിസത്തിനെയും അതേപോലെ പ്ലാന്റ്സിനെയും എഫക്റ്റ് ചെയ്യുന്ന ഡിസീസിൻ്റെ പേര് നമുക്ക് നോക്കാം. ഓർഗാനിസത്തിന് അതിപ്പം പക്ഷിയാവാം അല്ലെങ്കിൽ എനിമൽസിനൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ്. ഒന്നാമത്തത് അവിടെ കൊടുത്ത ആന്ത്രാസ് എന്ന് പറഞ്ഞാൽ കുളമ്പ് രോഗം എന്ന് പറയും. പിന്നെ രണ്ടാമത്തത് മാസ്റ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അകിട് വീക്കം എന്ന് പറയും. ഓക്കെ, പിന്നെ മൂന്നാമത്തത് ബേർഡ് ഫ്ലൂ എന്ന് പറഞ്ഞാൽ പക്ഷിപ്പനി. പിന്നെ നാലാമത്തത് സ്വിൻ ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞാൽ പന്നിപ്പനി, അങ്ങനത്തെ അസുഖങ്ങൾ, അതിനാണ് അങ്ങനെ പറയുന്നത്. പിന്നെ പ്ലാന്റ്സിൽ വരുന്ന അസുഖങ്ങളാണ് ടൊബാക്കോ മൊസൈക്ക് എന്ന് പറഞ്ഞാൽ ഈ വെറ്റിലയിലൊക്കെ കാണപ്പെടുന്ന ഒരു അസുഖമാണ്. പിന്നെ രണ്ടാമത്തത് മൊസൈക്ക് ഓഫ് ടാപ്പിയോക്ക, ഈ കപ്പച്ചെടിയിലൊക്കെ കാണപ്പെടുന്ന അസുഖമാണ് മൊസൈക്ക് ഓഫ് ടാപ്പിയോക്ക എന്ന് പറയുക. ഒരു ചുരുണ്ടിട്ടൊക്കെ ഇലകളൊക്കെ ഒന്ന് ചുരുണ്ട് പോകുന്ന അസുഖമല്ലേ അതിന്. പിന്നെ മൂന്നാമത്തത് ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ്, അതും ഈ തക്കാളി ചെടിയിലൊക്കെ കാണപ്പെടുന്ന ഒരു അസുഖമാണ്. ഇനി അടുത്ത ടോപ്പിക്കാണ് ഹൈജീൻ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ശുചിത്വ ശീലങ്ങൾ. ഈസ് ഇൻ പേഴ്സണൽ ഹൈജീൻ ആസ് ഇമ്പോർട്ടൻ്റ് ആസ് എൻവയോൺമെൻറ്റൽ ഹൈജീൻ ഫോർ എ ഹെൽത്തി ലൈഫ്, ലുക്ക് അറ്റ് സം ഹാബിറ്റ്സ്. ഇവിടെ എന്താണ് പറഞ്ഞത്, നമ്മളുടെ എൻവയോൺമെൻ്റ് ഒക്കെ, നമ്മളുടെ സറൗണ്ടിങ്സ് ഒക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ പേഴ്സണലായിട്ടുള്ള വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ കുറച്ച് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് നല്ല ഹൈജീൻ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നല്ല ഹാബിറ്റ് എന്ന് തോന്നുന്നത് അവിടെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. വിച്ച് ഓഫ് ദീസ് ആർ ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്, നല്ല ആരോഗ്യശീലങ്ങൾ ഇവിടെ ഏതൊക്കെയാണ് അത് ടിക്ക് ചെയ്യുക. ഒന്നാമത്തതാണ് വാഷ് ഹാൻഡ് ഓൺലി ആഫ്റ്റർ മീൽ, ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ. അത് നല്ല ശീലമാണോ? ഭക്ഷണത്തിന് ശേഷം മാത്രം കൈ കഴുകിയാൽ മതിയോ? പോരാ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൈ കഴുകണം. അത് തെറ്റാണ്. ഇനി രണ്ടാമത്തത് ബ്രഷ് ടീത്ത് എവറി നൈറ്റ് ആഫ്റ്റർ മീൽസ്, ദിവസവും രാത്രി ആഹാരശേഷം പല്ല് തേക്കാറുണ്ട്. അത് നല്ല ശീലമാണ് അല്ലേ. ദിവസം രാത്രി എന്ത് ചെയ്യണം, ആഹാരത്തിന് ശേഷം പല്ല് തേക്കുക. രാത്രി മാത്രമല്ല, രാവിലെ നമ്മൾ തേൽക്കണം. അപ്പോൾ അതെന്ത് ചെയ്യാതെ ടിക്കിടുക അവിടെ. ഇനി മൂന്നാമത്തതാണ് ഡു നോട്ട് ട്രിം ദ നെയിൽസ് ഓഫ് ഫീറ്റ് ആൻഡ് ഹാൻഡ്, കൈകാലുകളിലെ നഖങ്ങൾ വെട്ടാറില്ല. അതെന്താണ്, അത് ബാഡ് ഹാബിറ്റാണ്, അത് തെറ്റിടുക. നമ്മൾ നഖങ്ങളൊക്കെ എന്താണ് നല്ല വൃത്തിയിൽ വെട്ടി സൂക്ഷിക്കണം. പിന്നെ യൂസ് ഫുഡ് വെയർ വെൻ വാക്കിംഗ് ഔട്ട്സൈഡ്, പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പിടാറുണ്ട്. അത് നല്ല ശീലമാണ്, അതവിടെ ടിക്കിടുക. ഈറ്റ് ഫ്രൂട്ട്സ് ദാറ്റ് ആർ ഗ്വാണ്ട് ബൈ ബേർഡ്സ്, പക്ഷികൾ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കാറുണ്ട്. അത് നല്ല ശീലമല്ല. പക്ഷികളും നമുക്കറിയാം പക്ഷികളിലൂടെയൊക്കെ പല അസുഖങ്ങൾ പകരുന്നുണ്ട് അല്ലേ. നമ്മൾ നിപ്പ, വവ്വാലിലൊക്കെ കടിച്ചിട്ടുള്ള എന്തെങ്കിലും പഴങ്ങളൊക്കെ നമ്മൾ കഴിച്ചാൽ നമുക്ക് അസുഖങ്ങളുള്ള വവ്വാലുകൾ കഴിച്ച ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാൽ എന്തൊക്കെ നമുക്കും എന്ത് വരും, അസുഖം വരും. അതുകൊണ്ട് ഇങ്ങനെ ബേർഡ്സും എനിമൽസും ഒക്കെ കഴിച്ചിട്ട
പഴങ്ങളൊക്കെ നമ്മൾ കഴിക്കാം. ഇനി അടുത്തതാണ് ഡു നോട്ട് കൺസ്യൂം സ്നാക്ക് ആൻഡ് ഡ്രിങ്ക്സ് കെപ്റ്റ് ഓപ്പൺ. അതായത് തുറന്ന് വെച്ച് വിൽക്കുന്ന പല ആഹാരങ്ങളും അതേപോലെ ഡ്രിങ്ക്സൊക്കെ ഉണ്ട്, പാനീയങ്ങളൊക്കെ ഉണ്ട്, അത് വാങ്ങി കഴിക്കാറില്ല. അതെന്ന് പറയുന്നത് നല്ല ശീലമാണ്. അപ്പോൾ തുറന്ന് വെച്ചിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഭക്ഷണങ്ങളൊക്കെ തുറന്ന് വെച്ചാൽ അതിൽ ഈച്ചകളും പാറ്റകളൊക്കെ വന്നിരിക്കുകയും അതൊക്കെ നമുക്ക് അസുഖങ്ങൾക്ക് കാരണമാകും. അപ്പോൾ അങ്ങനെ തുറന്ന് വെച്ചിട്ടുള്ള ഭക്ഷണമൊക്കെ വാങ്ങി കഴിക്കാതിരിക്കുക. അപ്പോൾ അത് നല്ല ശീലമാണ്. ഇനി സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്, പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട്. അതെന്താണ്? ബാഡ് ഹാബിറ്റാണ്. അങ്ങനെ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അവിടെ നമ്മളിങ്ങനെ സ്പിറ്റ് ചെയ്ത് വെക്കുമ്പോൾ, തുപ്പി വെക്കുമ്പോൾ അതാണ് അത് മറ്റുള്ളവർക്കും പകരാനുള്ള ഒരു കാരണമാകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ ബാത്ത് ഡെയിലി, ദിവസം കുളിക്കുന്നത് നല്ലൊരു ശീലമാണ്, അത് ടിക്കിടുക. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ അവിടെ എന്താണ് കൊടുത്തത്? അവർ ബോഡീസ് നാച്ചുറലി ഹാവ് ദ എബിലിറ്റി ടു കൺട്രോൾ ആൻഡ് ഫൈറ്റ് പാത്തോജൻ വൺസ് ദേ എൻറ്റർ ദ ബോഡി. നമ്മളുടെ ശരീരത്തിലൊക്കെ എന്തെങ്കിലും ഒരു പാത്തോജൻ കയറിയാൽ, രോഗാണുക്കളൊക്കെ നമ്മളുടെ ശരീരത്തിൽ പ്രവേശിക്കാൽ അവയെ നിയന്ത്രിക്കാനും അതേപോലെ തന്നെ ചെറുത്തു നിൽക്കാനൊക്കെ കഴിവ് സ്വാഭാവികമായിട്ട് നമ്മളുടെ ശരീരത്തിനുണ്ട്. അപ്പോൾ ഇവിടെ പാത്തോജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രോഗാണുക്കൾ അല്ലേ? ഈ മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള വൈറസ്, ഫംഗസ്, അതേപോലെ തന്നെ ബാക്ടീരിയ ഒക്കെയാണ് എന്തെന്ന് പറയുന്നത്? പാത്തോജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസം നമ്മളുടെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രവേശിച്ചാൽ നമ്മളുടെ ശരീരത്തിനുള്ള ഒരു കഴിവുണ്ട് അതിനെ ചെറുത്ത് നിൽക്കാനും അതിനെതിരെയായിട്ട് ഫൈറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവ് നമ്മളുടെ ശരീരത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ട് ഉള്ള ആ ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ദിസ് എബിലിറ്റി വാരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. എന്നാൽ ഈ ഒരു കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആയിരിക്കില്ല. പല ആൾക്കാർക്കും വ്യത്യസ്തമായിരിക്കും. ചില ആൾക്കാർക്കൊക്കെ നന്നായിട്ട് പ്രതിരോധ ശേഷി ഉണ്ടാവും. അങ്ങനത്തെ ബാക്ടീരിയ നമ്മൾ ശരീരത്തിൽ കയറിയാൽ അതിനെ ചേർത്ത് നിൽക്കാനുള്ള നല്ല കഴിവുണ്ടാവും. പക്ഷെ ചില ആൾക്കാർക്ക് അത് ഉണ്ടാവില്ല, പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരും. പിന്നെ ദ ബോഡി ഈസ് അനബിൾ ടു ഡെവലപ്പ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എഗെയിൻസ്റ്റ് സം കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സച്ച് എസ് പോളിയോ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി. ഇവിടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പകർച്ചവ്യാധികൾ. ചില പകർച്ചവ്യാധികളുണ്ട്, പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് തുടങ്ങിയിട്ടുള്ള ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ നമ്മളുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ശരീരത്തിന് അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഉണ്ടാവാറില്ല. വി നീഡ് ടു ടേക്ക് വാക്സിനേഷൻ ടു അവോയ്ഡ് സച്ച് ഡിസീസസ്. അപ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ നമുക്ക് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വാക്സിനേഷൻ എടുക്കണം, പ്രതിരോധ കുത്തിവെപ്പുകളൊക്കെ എടുക്കേണ്ടതുണ്ട്. ത്രൂ ദീസ് ഇറ്റ് വിൽ ബി പോസിബിൾ ടു ഗെയിൻ ഇമ്മ്യൂണിറ്റി. അപ്പോൾ അതുവഴി നമുക്ക് ഒരു രോഗപ്രതിരോധ ശേഷി നമ്മളുടെ ശരീരത്തിന് ലഭിക്കും ഇങ്ങനെ വാക്സിന് എടുക്കുന്നത് കൊണ്ട്. പിന്നെ ദിസ് ഈസ് കോൾഡ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്യൂർഡ് ഇമ്മ്യൂണിറ്റി, ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. കാരണം ഇത് നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, പുറമേ നിന്ന് നമുക്കൊരു കുത്തിവെപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് ത്രൂ വാക്സിൻ ദാറ്റ് വി ഹാവ് സർവൈവ്ഡ് മെനി എപ്പിഡമിക്സ് സച്ച് എസ് സ്മോൾ ബോക്സ്, പ്ലേഗ് ആൻഡ് പോളിയോ വിച്ച് ഹാവ് ത്രട്ടൺഡ് ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ദ ഹ്യൂമൻ റേസ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിട്ടുള്ള പല അസുഖങ്ങളുണ്ടായിരുന്നു. വസൂരി അല്ലെ, സ്മോൾ ബോക്സ് എന്ന് പറഞ്ഞാൽ വസൂരി, പ്ലേഗ്, പിന്നെ പോളിയോ, അങ്ങനത്തെ പല അസുഖങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ നമ്മൾ അതിജീവിച്ചത് ഇങ്ങനത്തെ വാക്സിനിലൂടെയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ വാക്സിനൊന്നും ഇല്ലായിരുന്നു ഇതിനെതിരെയായിട്ട്. അപ്പോൾ കുറേ പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വാക്സിൻ വെച്ച് തുടങ്ങിയതിന് ശേഷമാണ് അതിനൊക്കെ നമ്മൾ അതിജീവിച്ച് തുടങ്ങിയത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്താണ്, അതുപോലെ അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്താണെന്നാണ്. അപ്പോൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊരു കഴിവുണ്ട്, അത് നാച്ചുറലായിട്ട് എന്തെങ്കിലും പാത്തോജനൊക്കെ നമ്മളുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അതിനെതിരെയായിട്ട് ഫൈറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമ്മുടെ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്നാൽ അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ചില അസുഖങ്ങൾക്ക് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ ചില അസുഖങ്ങൾ അത് ചെറുത്ത് നിൽക്കാൻ നമ്മുടെ ശരീരത്തിന് സാധിക്കില്ല. അപ്പോൾ അതിനെതിരെയായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പുറമേ നിന്ന് വാക്സിൻ, മരുന്നിൻ്റെ രൂപത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഇമ്മ്യൂണിറ്റി കുത്തിവെക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, പുറമേ നിന്ന് കുത്തിവെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു തൊട്ട് മുമ്പ് COVID-19 അല്ലെങ്കിൽ കൊറോണേൻ്റെ എതിരെയായിട്ട് നമുക്ക് എന്തുണ്ടായിരുന്നു? കുറേ വാക്സിനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കൊറോണയായിട്ട് കുറേ പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് വാക്സിൻ ഇറങ്ങിയത്.
അല്ലേ? നമ്മൾക്ക് ഈ കൊറോണയ്ക്കെതിരെയാക്കി രോഗപ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്തു? ഇതേപോലെ പുറമെന്ന് നമുക്ക് വാക്സിന് നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കോവാക്സിന്, കോവിഷീൽഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒക്കെ എന്തിനാണ്? ഈ ഒരു വൈറസിനെതിരെയായിട്ട് നമ്മുടെ ശരീരത്തിന് ഒരു ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വാക്സിൻ നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ചിലതിന് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മളുടെ ശരീരത്തിന്. അപ്പോൾ ഇവിടെ താഴെ ഒരു ചോദ്യമുണ്ട്, വിച്ച് ഡിസീസസ് ഷുഡ് ബി വാക്സിനേറ്റഡ് എഗെയിൻസ്റ്റ്? അതായത് നമ്മൾ ഏതൊക്കെ ഡിസീസിനെതിരെയാണ് വാക്സിൻ എടുക്കാറുള്ളത്? നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മോൾ ബോക്സ്, വസൂരി, അതേപോലെ തന്നെ എന്തൊക്കെയായിരുന്നു, പോളിയോ, അല്ലേ? പോളിയോ ഒക്കെ എടുക്കാറുണ്ട്, ഹെപ്പറ്റൈറ്റിസിന് എടുക്കാറുണ്ട്, ജനിച്ച ഉടനെയൊക്കെ നമ്മൾ അങ്ങനത്തെ കുറച്ച് വാക്സിൻ എടുക്കാറുണ്ട്. പിന്നെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം കുറേ വാക്സിൻ ഉണ്ട്. ജനിച്ച ഉടനെ എടുക്കും, പിന്നെ ജനിച്ച് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട്, 2 മാസം കഴിഞ്ഞിട്ട്, 3 മാസം കഴിഞ്ഞിട്ട്, പിന്നെ 1.5 വയസ്സിൽ, അങ്ങനത്തെ കുറച്ച് വാക്സിൻ ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് താഴെ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, വാക്സിനേഷൻ ചാർട്ട്. അപ്പോൾ ഇവിടെ ചില വാക്സിൻ്റെ പേരുകളുണ്ട്. BCG എന്ന് പറയുന്നത് ഏത് വാക്സിനാണ്? ബാസിലസ് കാൽമെറ്റ ഗ്യൂറിങ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്സിനാണ് BCG എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ജനിച്ച ഉടനെ എടുക്കുന്ന ചില വാക്സിനിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ OPV, ഓറൽ പോളിയോ വാക്സിൻ, നമ്മൾ കുട്ടികൾക്കൊക്കെ വായിലൂടെ കൊടുക്കലുണ്ട് തുള്ളിമരുന്നായിട്ട്. അപ്പോൾ അതാണ് OPV, ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത്. പിന്നെ ഹെപ് ബി എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് B, അതും ജനിച്ച ഉടനെ കൊടുക്കുന്നതാണ്. പിന്നെ എന്താണ് FIPV, പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. പിന്നെ RVV, റോട്ടോ വൈറസ് വാക്സിൻ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വാക്സിനുകളുടെ പേരാണ്. ഇതൊക്കെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. ഇനി അടുത്തത് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ്. അപ്പോൾ ഏതൊക്കെ വാക്സിന് ഏതൊക്കെ ഏജിൽ ഏതൊക്കെ ഡിസീസിനെതിരെയായിട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ടേബിളിലുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ നോക്കിക്കുക, നെയിം ഓഫ് വാക്സിൻ. ആദ്യത്തേത് പോളിയോ വാക്സിൻ. പോളിയോ വാക്സിന് നമ്മൾ ജനിച്ച് കുറച്ച് കഴിയുമ്പം കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ഈ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത്. ഏത് ഡിസീസിനെതിരെയാണ്? പോളിയോക്കെതിരെ. രണ്ടാമത്തത് ഹെപ് ബി, അതാണ് വാക്സിൻ്റെ പേര്. അതും കൊടുക്കുന്നത് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്, ജനിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കൽ? ഹെപ് ബി എന്ന് പറഞ്ഞിട്ടുള്ള വാക്സിൻ കൊടുക്കൽ. അത് ഏത് ഡിസീസിനെതിരെയാണ്? ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എതിരെയാണ്. പിന്നെ ടെറ്റനസ്, അതേപോലെ ഡിഫ്തീരിയ വാക്സിൻ, അതൊരു 10 വയസ്സ് അതേപോലെ 16 വയസ്സിലൊക്കെ കൊടുക്കാറുണ്ട്. ഏതൊക്കെ ഡിസീസിനെതിരെയാണ്? ടെറ്റനസും അതേപോലെ ഡിഫ്തീരിയക്കെതിരെ. പിന്നെ അവസാനത്തതാണ് MR വാക്സിൻ. MR വാക്സിന് കൊടുക്കൽ 9 മാസത്തിലാണ്. ഏതൊക്കെ ഡിസീസിനെതിരാന്ന് വെച്ചാൽ മീസിൽസും അതേപോലെ റുബെല്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം, ഏതൊക്കെ വാക്സിൻ ഏതൊക്കെ ടൈമിലാണ് കൊടുക്കുന്നതെന്ന് ഒന്ന് ഓർത്തിരിക്കുക. വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ബുക്ക് ഉണ്ടാകും, അല്ലേ? നമ്മളെ ഹെൽത്തിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു ബുക്കുണ്ട്. അതിൽ കറക്റ്റായിട്ടുണ്ട് ഓരോരോ ടൈമിൽ അല്ലെങ്കിൽ ഓരോരോ ഏജിൽ ഏതൊക്കെ വാക്സിൻ കൊടുക്കണം എന്നുള്ളത് ഒരു ചാർട്ടായിട്ട് തന്നെ ആ ബുക്കിലുണ്ട്. അപ്പോൾ ഇനി അടുത്തതാണ്. അപ്പോൾ വീണ്ടും കുറച്ച് വാക്സിൻ്റെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. PCV എന്ന് പറഞ്ഞാൽ ന്യൂമോ കോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. പിന്നെ MR എന്ന് പറഞ്ഞാൽ മീസിൽസ് റുബെല്ല വാക്സിൻ. പിന്നെ DPT എന്ന് പറഞ്ഞാൽ ഡിഫ്തീരിയ, പിന്നെ പെർസ്യൂസിസ് ടെറ്റനസ് വാക്സിൻ, TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. അങ്ങനത്തെ കുറച്ച് വാക്സിൻ്റെ പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലതൊക്കെ ഒന്ന് പഠിച്ച് വെക്കുക കേട്ടോ. ഇതൊക്കെ എന്താണ്, നമ്മൾ പല ഏജിലും കൊടുക്കുന്നതാണ്. ഇപ്പോഴും നിങ്ങൾക്ക് സ്കൂളുകളിലേക്കൊക്കെ ചില വാക്സിൻ തരാൻ വരാറുണ്ട്. അപ്പോൾ ഓരോരോ ഏജിലും 10 വയസ്സിൽ 11 വയസ്സിലൊക്കെ ചില വാക്സിന് ഉണ്ട് കൊടുക്കാൻ. Proper awareness is to be given to the people regarding the mode of transmission of diseases and method of prevention. What can we do for this? അതായത് ജനങ്ങൾക്ക് ഇങ്ങനെ ചില ഡിസീസൊക്കെ ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നു, അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഇതേപോലത്തെ വാക്സിൻ ഉണ്ടെന്നൊക്കെ എല്ലാവരും ഒന്ന് അറിയിക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോഴും ചില ആൾക്കാർ ഇങ്ങനത്തെ വാക്സിനൊന്നും കൊടുക്കാറില്ല. അത് ദോഷമാണെന്നൊക്കെ വിചാരിച്ചിട്ട് ചില ആൾക്കാർ ഇപ്പോഴും ഇങ്ങനത്തെ വാക്സിൻ കുട്ടികൾക്കൊന്നും കൊടുക്കാറില്ല. പക്ഷേങ്കിൽ ഇത് കൊടുത്താൽ മാത്രമേ രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എന്താക്കണം, അവർക്ക് അവയർനെസ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ കൊടുക്കാമെന്നാണ് ചോദ്യം. ഇവിടെ കുറച്ച് ഇത് പറഞ്ഞിട്ടുണ്ട്. ഡ്രാമ, പിന്നെ പപ്പട്രി എന്ന് പറഞ്ഞാൽ പാവനാടകമായിട്ട്, കാർട്ടൂണായിട്ട്, പോസ്റ്ററായിട്ട്, പിന്നെ വേണമെങ്കിൽ ഷോർട്ട് ഫിലിമായിട്ട്, അങ്ങനത്തെ കുറച്ച് രീതികളിൽ നമുക്ക് ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കാം. ഇങ്ങനത്തെ അസുഖം ഉണ്ടെന്നൊന്നും അതേപോലെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കുറേ മെത്തേഡ് ഉണ്ടെന്നും നമുക്ക് ഇതേപോലെ കൊടുക്കാം. Diseases can be kept away with proper awareness and preventive measure.
ഹെൽത്തി പീപ്പിൾ ആർ ദ വെൽത്ത് ഓഫ് ദ നാഷൻ. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? ശരിയായിട്ടുള്ള അറിവും അതുപോലെ പ്രതിരോധ മാർഗങ്ങൾ കൊണ്ട് രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്താം. ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ രോഗം വന്നു കഴിഞ്ഞിട്ട് അതിനെ ചികിത്സിക്കല്ല, രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പ്രിവെൻറ്റീവ് മെഷേഴ്സൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. രോഗങ്ങളെക്കുറിച്ചും അതെങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. കുറേ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അത് ശരിക്കും പരത്തുന്നത് ഈച്ച അല്ലെങ്കിൽ മോസ്കിറ്റോ, കൊതുകൊന്നും അല്ല, പകരം എന്താണ്? പാത്തോജൻസ് ആണ്. മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള വൈറസ്, ഫംഗസ് ഒക്കെയാണ് ശരിക്കും രോഗങ്ങൾ പകർത്തുന്നത്. ഈ ഈച്ചയും പാറ്റിയും ഒക്കെ എന്താണ്? വെക്റ്റേഴ്സാണ്. ആ രോഗങ്ങളെ അല്ലെങ്കിൽ രോഗകാരികളായിട്ടുള്ള ഈ മൈക്രോ ഓർഗാനിസത്തെ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരാണ്, ജീവികളാണ് എന്തെന്ന് പറയുന്നത്? പിന്നെ ഈ ഒരു വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ശരിക്കും രോഗം പരത്തുന്നത് ആരാണ്? മൈക്രോ ഓർഗാനിസം ആണെങ്കിലും അത് കൊണ്ടുവരുന്നത്, ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത് ആരാണ്? കൊണ്ടു കൊടുക്കുന്നത് ഇങ്ങനത്തെ ജീവികളാണ്. എലി, അതേപോലെ കൊതുക് ഒക്കെയാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്